കണ്ണൂരിൽ ഒരു മനു തോമസ്, ഇപ്പോൾ പ്രമോദ് കോട്ടൂളി കോഴിക്കോട്ട്. ഈ മുൻപെങ്ങുമില്ലാത്ത വിധം പാർട്ടി നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട്? അല്ല കൃഷ്ണജ്, ഒരു കാര്യം, മനു തോമസിനെയും പ്രമോദ് കോട്ടൂളിയും ഒരുമിച്ച് ചേർത്ത് വായിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. മനു തോമസ് ഒരു പാർട്ടിയുടെ അംഗത്വം പുതുക്കാതെ അല്ല ശ്രീ ഹസ്കർ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പത്തനംതിട്ട തിരുവല്ലയിലെ ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗമാണെന്ന് തോന്നുന്നു. തോമസ് ഐസക്കിനെ നിർത്തിയത് എന്തിനെന്ന ചോദ്യം തോറ്റു കഴിഞ്ഞപ്പോൾ ചോദിച്ചു. അപ്പോൾ പലയിടങ്ങളിലായി വലിയ ഇടവേളയ്ക്ക് ശേഷം ചോദ്യങ്ങൾ താഴെത്തട്ട് മുതൽ ഉയർന്നു കേൾക്കുന്നുണ്ട് പാർട്ടിക്ക് നേരെ. അതിൻ്റെ ഭാഗമായി നമുക്ക് മനു തോമസിനെയും പ്രമോദ് കോട്ടൂളിയും ഒക്കെ ഉൾപ്പെടുത്താമല്ലോ. അല്ല, നിശ്ചയമായും രണ്ടു തലത്തിൽ വേണം മനു തോമസിനെയും പ്രമോദ് കോട്ടൂളിയെയും നമുക്ക് നോക്കിക്കാണാൻ. മനു തോമസ് പാർട്ടിയുടെ അംഗത്വം പുതുക്കാതെ, പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ, പാർട്ടിയിൽ നിന്ന് പരിഭവമൊന്നുമില്ലാതെ പടിയിറങ്ങി പോയിട്ടുള്ള ആളാണ്. സ്വാഭാവികമായും അങ്ങനെ പടിയിറങ്ങിപ്പോയ ഒരു മനു തോമസിന് എതിരെ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ മനു തോമസ് ആയുധമെടുത്ത് പോരാടുന്നതാണ്, പാർട്ടിക്ക് നേരെ പോരാടുന്നതാണ് നാം കാണുന്നത്. സ്വാഭാവികമായും പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ചോ നാളിതുവരെ ഒരു ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുള്ള ആക്ഷേപമോ ആരോപണമോ സാമ്പത്തികമായി ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും അതൊരു കൃത്യതയോടുകൂടി ഒരു ദുരുദ്ദേശത്തോടു കൂടിയുള്ള പറച്ചിലായി മാത്രമേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മനു തോമസിനെ പോലുള്ള ആളുകളെയുമായി പ്രമോദ് കോട്ടൂളിയെ ചേർത്ത് വായിക്കരുത്. പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന തരത്തിൽ അവിശുദ്ധ ഇടപാടുകളുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ പാർട്ടിക്ക് ഒരു പിശക് പറ്റിയത്, ഏതെങ്കിലും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതി സത്വരത്തിൽ വേഗത്തിൽ അത് പരിഹരിക്കപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാവാതിരുന്ന അത് ഒരു വലിയ തോതിൽ ഇത് പാർട്ടിയുടെ സൽപ്പേരിനെ തന്നെ കളങ്കം വരുത്തുന്ന തരത്തിൽ മാധ്യമ വിചാരണയ്ക്ക് ആവേണ്ട ഘട്ടമെത്തി എന്നുള്ളതാണ് ഒരു വസ്തുത. മാത്രമല്ല, കേരളത്തിൽ ആകമാനമുള്ള മാധ്യമങ്ങൾ ആകമാനം ഈ വിഷയത്തിൽ PSUയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്ന അർത്ഥത്തിലേക്ക് അതിനുശേഷം മറ്റൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നു. അത് കൃത്യമായി നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിനെയും അതുവഴി മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നറേറ്റീവാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് റിയാസ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായി പാർട്ടിയിൽ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് മുഹമ്മദ് റിയാസിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നത്. അല്ല മുഖ്യമന്ത്രിയുടെ മരുമകനാണല്ലോ. അപ്പൊ സ്വാഭാവികമായും മാനേജ്മെന്റ് കോട്ട എന്നുള്ള ഒരു വലിയ ആക്ഷേപമാണല്ലോ നിങ്ങൾ നാളിതുവരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങ് അത് സമ്മതിക്കുന്നുണ്ട്. ശരി, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്